ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തിടെ നടന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അടുത്തിടെ ഫുട്ബോളിൽ ഇപ്പോൾ ഒരുപാട് കായിക മാമാങ്കങ്ങൾ ഇങ്ങനെ അടുത്തിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ICC 2020 വേൾഡ് കപ്പ് കഴിഞ്ഞു, അതുപോലെ യൂറോ കപ്പ് കഴിഞ്ഞു, കോപ്പ അമേരിക്ക കഴിഞ്ഞു, ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ കോപ്പ അമേരിക്ക യൂറോ കപ്പുമായി ബന്ധപ്പെട്ട് ആണ് പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റുകളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഈ വർഷത്തെ യൂറോ കപ്പ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് സ്പെയിനാണ്. സോ അവരുടെ ഒരു ഇമേജ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ 2024 യൂറോ കപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എഡിഷൻ, അതായത് 17ാമത്തെ എഡിഷൻ ആയിരുന്നു യൂറോ കപ്പിന്റെ 17ാമത്തെ എഡിഷൻ ആയിരുന്നു ഇക്കൊല്ലം 2024 നടന്നത്. 2024 യൂറോ കപ്പിന്റെ 17ാമത്തെ എഡിഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കായിക മാമാങ്കം നടക്കുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ഫുട്ബോൾ മാമാങ്കം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് രാജ്യമാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് നോക്കാറുണ്ട് അല്ലേ. സോ ഈ വർഷത്തെ ഈ യൂറോ കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഈ വർഷത്തെ യൂറോ കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഈ തുടക്കത്തിൽ, ഈ വീഡിയോ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിലെ ചാമ്പ്യൻസ് ആരാണ്? ചാമ്പ്യൻസ് സ്പെയിനാണ്. സ്പെയിനാണ് യൂറോ കപ്പ് നേടുന്ന ഏറ്റവും കൂടുതൽ തവണ യൂറോ കപ്പ് നേടുന്ന ടീമായിട്ട് ആരാണ് മാറിയിട്ടുള്ളത്? സ്പെയിനാണ്. സ്പെയിനിന്റെ 4ാം യൂറോ കപ്പ് കിരീടമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ വർഷത്തെ ചാമ്പ്യൻസ് എന്ന് പറയുന്ന ആരാണ്? സ്പെയിനാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിന് ചാമ്പ്യൻസ് ആയത്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടിയ ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സ്പെയിനാണ്, 4 തവണ. ഇനി ഈ ടൂർണമെന്റിലെ മികച്ച താരം എന്ന് പറയുന്ന റോഡ്രിയാണ്. ഓക്കെ, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന റോഡ്രി ആണ് ഈ വർഷത്തെ യൂറോ കപ്പിലെ മികച്ച താരം എന്ന് പറയുന്നത്. മികച്ച യുവതാരം എന്ന് പറയുന്നത് സ്പെയിനിന്റെ തന്നെ ലമീൻ യമാലാണ്. ഓക്കെ, മികച്ച യുവതാരം എന്ന് പറയുന്നത് സ്പെയിനിന്റെ തന്നെ ലമീൻ യമാലാണ്. അപ്പോൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. 17ാമത്തെ എഡിഷൻ ആയിരുന്നു. ജർമ്മനിയാണ് ഹോസ്റ്റ്. ചാമ്പ്യൻസ് സ്പെയിനാണ്. റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ട് ആണ്. ബെസ്റ്റ് പ്ലെയർ റോഡ്രി ആണ്. ബെസ്റ്റ് യങ് പ്ലെയർ ആരാണ്? ലമീൻ യമാൽ, സ്പെയിൻ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ഒരു ടൂർണമെന്റിന്റെ മോസ്കോട്ട് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ആൽബർട്ട് എന്ന കരടിയാണ്. 2024 യൂറോ കപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ആൽബർട്ട് എന്ന് പറയുന്ന കരടിയാണ്. ആൽബർട്ട് എന്ന കരടി. ഒഫീഷ്യൽ ബോൾ എന്ന് പറയുന്നത് എന്താണ്? ഫുസ്ബാലീബ് എന്നുള്ളതാണ്. ഇത് ഒരു ജർമ്മൻ ഭാഷ ആയതുകൊണ്ടാണ് ഫുസ്ബാലീബ് എന്ന് പറയുന്ന അതാണ് ഈ വർഷത്തെ യൂറോ കപ്പിന്റെ ആ ഒരു ബോളിന്റെ പേര്. ക്ലിയർ ആണല്ലോ. ഫുസ്ബാലീബ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ പോർച്ചുഗൽ ഇതിഹാസമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ ഒരു യൂറോ കപ്പിൽ ഒരു ചരിത്ര നേട്ടം കൈവരിക്കാനായി. എന്താണ്? ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് യൂറോ കപ്പുമായി ബന്ധപ്പെട്ട ഒരു എക്സാം പോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് കോപ്പ അമേരിക്കയാണ്. സോ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അർജന്റീനയായിരുന്നു കഴിഞ്ഞ യൂറോ കപ്പ് എഡിഷനിലും ഈ വർഷത്തെ യൂറോ കപ്പ് എഡിഷനിലും ചാമ്പ്യൻസ് എന്ന് പറയുന്ന അർജന്റീനയാണ്. അപ്പോൾ നമുക്ക് കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 48ാമത്തെ എഡിഷൻ ആണ് കോപ്പ അമേരിക്കയുടെ. 48ാമത്തെ എഡിഷൻ ആണ് ഈ വർഷം നടന്നിട്ടുള്ളത്. ഹോസ്റ്റ് ചെയ്ത രാജ്യം USA ആണ്. കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. യൂറോ കപ്പ് ആണെങ്കിൽ ജർമ്മനി, കോപ്പ അമേരിക്ക ആണെങ്കിൽ USA ആണ്. ഇനി ചാമ്പ്യൻസ് ആരാണ്? അർജന്റീനയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ചാമ്പ്യൻസ് അർജന്റീനയാണ്. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടിയ ടീം എന്ന റെക്കോർഡ് ആര് സ്വന്തമാക്കുകയാണ്? അർജന്റീന സ്വന്തമാക്കുകയാണ്, 16 തവണ. ഓക്കെ, അപ്പൊ സ്പെയിനും അതുപോലെ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടിയ ടീം ഏതാണ്? സ്പെയിൻ ആണ്. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക നേടിയ ടീം ഏതാണ്? അത് അർജന്റീനയാണ്, 16 തവണ. ഇനി റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്ന ആരാണ്? കൊളംബിയയാണ്. കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, കൊളംബിയയെ 1-0 പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, ആ സ്കോർ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന കോപ്പ അമേരിക്ക ചാമ്പ്യൻസ് ആയിട്ട് മാറുന്നത്. ഇനി ഈ ടൂർണമെന്റിലെ മികച്ച താരം ആരാണ്? ജെയിംസ് റോഡ്രിഗസ് ആണ്. ഈ ടൂർണമെന്റിലെ മികച്ച താരം എന്ന് പറയുന്ന ആരാണ്? ജെയിംസ് റോഡ്രിഗസ് ആണ്. അപ്പുറത്ത് റോഡ്രിയാണ്. ഇവിടെ റോഡ്രിഗസും
യൂറോ കപ്പിൽ റോഡ്രി, പേര് മാറിപ്പോയത് കേട്ടോ, കോപ്പ അമേരിക്കയിൽ ജെയിംസ് റോഡ്രിഗസ്, കൊളംബിയൻ താരമാണ് കേട്ടോ, കൊളംബിയൻ ഫുട്ബോൾ താരമാണ് ജെയിംസ് റോഡ്രിഗസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം എന്ന് പറയുന്ന അർജന്റീനയുടെ ലൗത്താര മാർട്ടിനസ് ആണ്. ഓക്കെ, അർജന്റീനയുടെ ലൗത്താര മാർട്ടിനസ് ആണ് ഈ ഒരു കോപ്പ അമേരിക്ക ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയുള്ള കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അതിന്റെ മോസ്കോട്ട് നോക്കാം. നേരത്തെ ആൽബർട്ട് എന്ന കരടി എന്നായിരുന്നു നമ്മുടെ യൂറോ കപ്പിന്റെ. ഇവിടെ എന്താണ്? കപ്പിത്താൻ എന്ന പേരുള്ള കഴുകനാണ്. അപ്പോൾ USA കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടത്തിന്റെ മോസ്കോട്ട് എന്ന് പറയുന്നത് എന്താണ്? കപ്പിത്താൻ എന്ന പേരുള്ള കഴുകനാണ്. ഒഫീഷ്യൽ ബോൾ എന്താണ്? കുബ്രെ എന്നാണ്. കുബ്രെ എന്നാണ് ഒഫീഷ്യൽ ബോളിന്റെ പേര്. ഇനി കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മെസ്സിയാണ്. ചിലെ ഗോൾ കീപ്പർ ആയിരുന്ന സെർജിയോ ലിവിങ്സ്റ്റണിന്റെ റെക്കോർഡാണ് മെസ്സി മറികടന്നത്. ഇപ്പൊ റെക്കോർഡ് ഈ ഒരു കോപ്പ അമേരിക്കയിൽ മെസ്സിയും ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ റെക്കോർഡ് അല്ലെ, ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ മത്സരിച്ച റെക്കോർഡ് എന്ന് പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം റെക്കോർഡ് ആർക്കാണ്? മെസ്സിക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കോപ്പ അമേരിക്കയും യൂറോ കപ്പുമായി ബന്ധപ്പെട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് CSCB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം ഒക്കെ വരുന്നുണ്ട്. സോ ഈ എക്സാമിലോട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവസാന ഘട്ട ഒരു റിവിഷൻ പോലെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാനും PYQ അനാലിസിസും ഒക്കെ ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന 2 മണിക്കൂർ വീതമുള്ള ഒരു 20 മണിക്കൂർ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അവസാന ഘട്ട ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരു ബാച്ചാണ്. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവുക. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് എത്തിക്കും. ക്ലാസ്സിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കോപ്പ അമേരിക്ക യൂറോ കപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത് നടന്ന ഒരു ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രസ്താവനകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ എല്ലാവരും കൃത്യമായിട്ട് പോയിന്റ് റിവൈസ് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.